ആസ് എ ജേർണലിസ്റ്റ് പല കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായൊരു പ്രധാന ഒരു സത്യം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ക്രിമിനലാണ്. ഈ പെൺകുട്ടിയുടെ കേസ് മാത്രമൊന്നുമല്ല, ഈ പ്രഗ്നൻ്റായ കേസും ഇതൊന്നുമല്ല. ഏകദേശം 10-ലധികം ഇതേപോലെ കേസുകളുണ്ട്. ഇവർ പല ആൾക്കാരും പോയി കോൺഗ്രസിന്റെ ലീഡേഴ്സുമായിട്ടൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റാറാണ്, പൊളിറ്റിക്കൽ സ്റ്റാറാണ് എന്നിട്ട് സംസാരിക്കാൻ അറിയാം. വളരെ ആർട്ടിക്കുലേറ്റഡ് ആണ്, MLA ആണ്, എലക്റ്റഡ് MLA ആണ്. അപ്പൊ ഇതിന്റെ മറവില് ഈ പറയുന്ന ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി. ആ പെൺകുട്ടി നേരത്തെ കല്യാണം കഴിച്ച് അവർ തമ്മിലുള്ള പഴയ ഭർത്താവുമായിട്ടും അവർ ഡൈവോഴ്സ്, ഇതൊന്നും മാറ്റർ ആവുന്നില്ല. ഇതിൻ്റെ അകത്ത് അവർ സെപ്പറേറ്റഡ് ആണോ, ആ കുട്ടി വേറെയാണോ, അതിനിടയ്ക്ക് ഇയാളുമായിട്ട് എങ്ങനെ ബന്ധത്തിൽ വന്നു. ആ കല്യാണവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് രണ്ടുപേര് രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈഫ്, അത് ടുഗദർ ആകുന്നതാണ് കല്യാണം എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് ലോകത്തൊരു 90% പോലും മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നത്. അതൊക്കെ ഏറ്റവും കൂടുതൽ മാരേജ് സെപ്പറേഷൻ, അതായത് ഡൈവോഴ്സ് നടക്കുന്ന സ്റ്റേറ്റ് കേരളോ. കാരണം എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റിയും പ്രശ്നം, പല കാരണങ്ങളുണ്ട്. ഒരു കാര്യമൊന്നുമല്ല. ഡ്രഗ് അഡിക്റ്റ് ആകാം, സൈക്കോ ആകാം, മറ്റുള്ള പ്രശ്നങ്ങളാകാം, 100ഓളം പ്രശ്നങ്ങളാകാം. ചിലപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത്, ഇൻ ഷോർട്ട് ടൈമിലാണ് അറിയുന്നത്. പ്രശ്നം വളരെ സീരിയസ് ആണ്. പിന്നെ ഇങ്ങനെ അയാളുടെ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്നത്, രാത്രി പിടിച്ച് കൊന്നു കളഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ എത്രയോ ഇൻസിഡൻറ്റുകൾ ഒറ്റപ്പെട്ടതല്ല. ഇത് ജനറലായിട്ട് ലോകം മുഴുവനും നടക്കുന്നു. കേരളത്തിൽ ആ ഇഷ്യൂ ഉണ്ട്, തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഐസൊലേറ്റഡ് ഇട്ടിരിക്കുന്ന പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ബന്ധമുണ്ടാകുന്നു.